എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കു മാക്സ് പരിപ്പിട്ട് തേങ്ങരച്ച ഒരു കറിയും ഒരു കൊത്തമരത്തോരനുമാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാനിവിടെ കുക്കർ വെച്ചു, പരിപ്പ് വേവിക്കാൻ വെച്ചു. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഞാൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ആ ചിക്കു മാക്സ് ഇലകൾ കുറച്ച് ചെറുതായിട്ട് ഞാൻ സീസേഴ്സ് വെച്ചിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇത് നമ്മൾ പരിപ്പ് അതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, പോയി കുക്കർ തുറന്നു. അപ്പം ഞാൻ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ചീര ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചീര എല്ലാം ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒരു സ്റ്റീം വന്നിട്ട് വെയിറ്റിട്ട് ഓഫ് ചെയ്യാം. അതായത് ജസ്റ്റ് സ്റ്റീം വരുന്ന വരെ ഞാനിത് വെക്കുകയാണ് കേട്ടോ. കണ്ടില്ല, അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി കാണിക്കാം. ആ നേരം കൊണ്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചമുളക്, കുറച്ചെന്ന് വെച്ചാൽ 5-6 പച്ചമുളക്, തൊട്ട് എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പം ഞാൻ കൂടുതൽ എടുത്തൊരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ജീരകം, ഇതെല്ലാം കൂടി ഞാൻ നല്ല നൈസായിട്ട് അരച്ചിട്ട് വരാം. അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ചീരയും കുക്കാവും. ഓക്കെ, പരിപ്പ് നല്ലവണ്ണം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പും വെച്ചു, ചീരയും ഇട്ടു. ഇനി ഞാൻ ചെയ്യാൻ പോണത്, അപ്പുറത്ത് ഞാൻ മെഴുക്കുവരട്ടി തോരനുള്ളതും അപ്പുറത്തൊരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നല്ല, അവിടെ കടുപൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് കാണിച്ചു. ഞാൻ ഈ കറിയിൽ ചീര കുക്ക് ചെയ്തെടുത്തു. ഇപ്പുറത്ത് ഞാൻ തേങ്ങ, ഞാൻ പറഞ്ഞില്ലേ, തേങ്ങ, പച്ചമുളക്, ജീരകം, ചെറിയുള്ളി നന്നായിട്ട് അരച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ നിങ്ങൾ. അപ്പുറത്ത് ഞാൻ അത് ജസ്റ്റ് നിങ്ങളെ കാണിക്കണമെന്നേ ഉള്ളൂ. ഞാൻ കൊത്തമര തോരനാണ് ഉണ്ടാക്കണത്. അപ്പം ഞാൻ കുക്കറിൽ ചെറിയൊരു കുക്കർ എടുത്തിട്ട് സ്റ്റീം വന്നിട്ട് വെയിച്ചിട്ട് ഓഫ് ചെയ്തു. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കി. അപ്പോൾ കുഴഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റ് വേവാണ് കേട്ടോ. അപ്പോൾ അത്രയും നേരം നമുക്ക് ഈ ചൂട് സമയമായ കാരണം എത്രയും പെട്ടെന്ന് കുക്കിംഗ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ ഇത് ചെയ്തത് കേട്ടോ. കണ്ടില്ലേ, ഇനി അതിൽ തേങ്ങ ചേർക്കണം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, കണ്ടില്ലേ, ഞാൻ മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നോക്കട്ടെ, ഒന്ന് ഉപ്പും മുളകും നോക്കിയിട്ട് നമുക്കിതിൽ കടുവറുത്തിടണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഇത് ചീര കൂട്ടാനില്ലേ, പരിപ്പിട്ട് തേങ്ങരച്ച ചീര കൂട്ടാൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് കൊത്തമര തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കൊത്തമരയുടെയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ചുമന്ന മുളക്, അതായത് വറ്റൽമുളക്, തേങ്ങ, ചെറിയുള്ളി, ജീരകം, ഇതെല്ലാം ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആരും എൻ്റെ അടുത്ത് ചോദിച്ചു, അതെന്താ ചേച്ചി ഉണ്ടാക്കണമെങ്കിൽ എല്ലാം ഈ ചുമന്ന മുളക് ചതക്കണതെന്ന്? വേറെ ഒന്നും അല്ല, ടേസ്റ്റിൻ്റെ ഒന്നും അല്ല കേട്ടോ. എനിക്ക് തോന്നി അതാണ് കുറച്ചും കൂടി നല്ലതെന്ന്, അതുകൊണ്ട് മാത്രം. പച്ചമുളക് കുറവാണ്, ഞാൻ തോരനിലൊക്കെ ഞാൻ ചുമന്ന മുളകാണ് ഒന്ന് മിക്സിയിൽ തേങ്ങയുടെ കൂടെ ക്രഷ് ചെയ്തെടുക്കാറ് കേട്ടോ. അത്രേ ഉള്ളൂ, അല്ലാതെ അതിന് വേറെ പ്രത്യേകതയൊന്നുമില്ല. ടേസ്റ്റ് പച്ചമുളകായാലും കുഴപ്പമൊന്നുമില്ല. എനിക്കത് കുറച്ചുകൂടി ഇഷ്ടം തോന്നണത് ആയതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പം ഇത് തിളച്ചിട്ട് നമുക്ക് ഇതിൽ കടുവറുത്തിടാം. അപ്പം ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ആ തോരനിലേക്ക് ഞാൻ ആ തേങ്ങ ഇട്ടിട്ട് നമുക്ക്, കണ്ടില്ലേ, തേങ്ങ ഇട്ടു ഞാൻ തോരനിൽ. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഞാൻ തോരനല്ല, മെയിനായിട്ട് ചീര കൂട്ടാനാണ് നിങ്ങളെ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. കാരണം ക്യാമറയുടെ അടുത്ത് തന്നെയാണ് ഞാൻ എല്ലാം അപ്പം ഉണ്ടാക്കി തീർക്കുകയാണ് കേട്ടോ. കൂട്ടാൻ്റെ കൂടെ തന്നെ തോരനും ഉണ്ടാക്കും. അപ്പോൾ പണി കുറയില്ല, ഒന്നാമത് ചൂടുകൊണ്ട് നിൽക്കാൻ വയ്യാതുകൊണ്ട്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ എല്ലാവരും ചോദിക്കാറില്ലേ നമ്മൾ കുഴയാണ്ട് എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കാന്ന്. ഇത് ഞാൻ കൊത്തമരയാണ്, കുക്കറിൽ അങ്ങനെ ഒരു വിസിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ കൊത്തമര. ഇത് തിളക്കണേ ഉള്ളൂ. കാരണം ഞാൻ കൊത്തമര തോരന് ചെറിയൊരു കുക്കർ എടുത്തിട്ട് കുക്കറിൽ ഈ കൊത്തമര ഇട്ടിട്ട് കുറച്ച് ഒരു 3-4 സ്പൂണ് വെള്ളം തെളിച്ച് കുറച്ച് മുളകും ഉപ്പിട്ട് കുക്കറിൽ സ്റ്റീം വന്നിട്ട് ഞാൻ വെയിച്ചിട്ട് ഓഫ് ചെയ്തു. അപ്പോൾ കറക്റ്റ് വേവാണ് കൊത്തമരയ്ക്ക്. അതുകൊണ്ടാണ് കുഴഞ്ഞിട്ടുമില്ല, എന്നാൽ നല്ലോണം കുക്കായിട്ടുണ്ട് അങ്ങനെ കിടക്കണം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ തോരൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം, ഒരു 2-3 ചെറിയ ഉള്ളി ആ തേങ്ങയുടെ കൂടെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും തോരൻ. അതും കൂടി ഒരു ടിപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്കൊരു 15 മിനിറ്റിനുള്ളിൽ കൂട്ടാനും റെഡിയായി, തോരനും റെഡിയായി. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്.
എളുപ്പത്തിൽ ഇതൊന്ന് തിളക്കട്ടെ. കാരണം ഞാനിപ്പോൾ ഫാനും ഇട്ടിട്ടുണ്ട്, ഡോറും തുറന്നിട്ടിട്ടുണ്ട്. അപ്പം നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് ഗ്യാസ് കുറച്ചിങ്ങനെ ഇങ്ങനെ കത്തണത് കണ്ടില്ലേ, കുറച്ചിങ്ങനെ ഇതായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് തിളയ്ക്കാൻ ഇത്തിരി വേഗം. പക്ഷേ ഫാൻ ഇടാണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ദേ കൂട്ടാൻ റെഡിയായി, കൊത്തമല്ലി തോരനും റെഡിയായി. അപ്പം തിളച്ചിട്ട് ഇനി കടുവറുത്തിടാം. ഓക്കെ, തിളച്ച് തുടങ്ങി. അപ്പം ഞാനിനി ചെയ്യണത് കടുക് മുളകും കൂടി വറുത്തത് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, അത് ഒഴിക്കുകയാണ്. കാരണം നമ്മൾ കരിവേപ്പില ഇടണ്ട, ഓൾറെഡി ചീര കൂട്ടാനായതുകൊണ്ട് ഞാൻ കരിവേപ്പില ഇതിലിടുന്നില്ല. കണ്ടില്ലേ, അപ്പം നല്ല എന്താ പറയുക, പ്രഷർ ചീര പരിപ്പിട്ട് തേങ്ങ അരച്ചൊരു കൂട്ടാൻ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ന്യൂട്രീഷ്യസും ആണല്ലോ ഇത്. ചീരയൊക്കെ വളരെ നല്ലതാണ് ശരീരത്തിന്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ കണ്ടില്ലേ, ദേ അമരക്കായ ആർക്കും ഇഷ്ടമില്ലാത്തതാണ്. പക്ഷെ ഇതേപോലെ വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അതുപോലെ തേങ്ങ നമ്മളിങ്ങനെ അരച്ച് ഇതാവരുത്, ഒരു 2 പ്രാവശ്യം മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ പറയാം, തോരൻ്റെ ഇത് തേങ്ങ, ജീരകം, ഞാൻ ചുമന്ന മുളകാണ് ഇടാറ്. പിന്നെ ചുമന്ന മുളക്, തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണേ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത്, ഇത് തിളച്ചല്ലോ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദേവി കൃപ റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ട്ടോ.